welcome to the grand new episode of In Vogue. ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്താണ് ഫാഷനിൽ ഇതറിയാനായിട്ട് നമ്മൾ പലപ്പോഴും സ്ക്രോൾ ചെയ്യല്ലേ. ഏകദേശം ന്യൂ ജനറേഷനാണ് ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ട്രെൻഡ്സ് എന്ന് അറിയാനായിട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഇന്ന് നിങ്ങൾക്കായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ്. ഏറ്റവും പുതിയ ട്രെൻഡിങ് വസ്ത്രങ്ങൾ മാത്രമല്ല, എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുമല്ലോ. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? എറണാകുളത്ത് പനയപ്പള്ളിയിലുള്ള വെസ്റ്റേൺ ലേഡിയിലാണ്. നിങ്ങൾക്ക് ഏകദേശം കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും വെസ്റ്റേൺ ലേഡി, കാരണം ഇത് അറിയാത്തവരധികം പേരുണ്ടാവില്ല. പക്ഷേ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ക്രോപ്പ് ടോപ്പുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ. ക്രോപ്പ് ടോപ്പുകളിൽ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. അതപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഒരു ഡ്രസ്സുകളൊക്കെ നോക്കുവാണെങ്കിൽ ക്രോപ്പ് ടോപ്പിലെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ ക്രോപ്പ് ടോപ്പുകൾ യൂസ് ചെയ്യാം. അതുമാത്രമല്ല വൈഡ് വെറൈറ്റിയാണ് വെസ്റ്റേൺ ലേഡിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അതും ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ്. ഈ ഒരു ഡ്രസ്സൊക്കെ നോക്കിയാൽ വെൽവെറ്റിൽ ഹൈ നെക്ക് വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സിൻ്റെ വിലയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഇങ്ങനെ വരുന്നതിൽ. ഏകദേശം 1250 ആ ഒരു റേഞ്ചൊക്കെയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ തന്നെ എന്താ കൂടുതൽ പല വെറൈറ്റീസ് ആയിട്ടുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോന്ന് എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ച് ഇന്നത്തെ ദിവസം തീരില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ക്രോപ്പ് ടോപ്സ് ഇവിടെ ഉണ്ട്. ക്രോപ്പ് ടോപ്പ് മാത്രമല്ല കേട്ടോ, ലോങ് ആയിട്ടുള്ള ജീൻസിൻ്റെ ടോപ്പുകൾ, അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള ടോപ്സ്, അത് വെസ്റ്റേൺ സ്റ്റൈലിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നാടൻ ഔട്ട്ഫിറ്റ് പോലത്തെ ഒരു സ്റ്റൈലിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇവിടുത്തെ ഓണർ തന്നെ പറയുന്നതായിരിക്കും അല്ലേ. വെസ്റ്റേൺ ലേഡിയുടെ ഓണർ മിർസാൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലേറ്റസ്റ്റ് കളക്ഷൻ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട്. ഹലോ, വെൽക്കം. അപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇവിടെ എന്തൊക്കെയാണ് എത്തിയിരിക്കുന്നത് നിങ്ങൾ പറയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ക്രോപ്പ് ടോപ്പിൽ നിന്ന് ഞങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ക്രോപ്പ് ടോപ്പിൽ തന്നെ എന്തൊക്കെ വെറൈറ്റീസാണ് വന്നിരിക്കുന്നത്? ക്രോപ്പ് ടോപ്സ് ഇതിന് ഹൈ നെക്കിലായിട്ടുള്ള ലൈസ് വർക്ക് ആയിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് കൂടുതൽ സ്കേർട്സിന്റെ ഒക്കെ സ്യൂട്ടായിട്ട് മാച്ച് ചെയ്ത് കോംബോ ചെയ്തിട്ട് ഇടാൻ പറ്റും. ഇത് വെൽവെറ്റ് ആണ്. ഇത് ശരിക്കും വെൽവെറ്റ് വിത്ത് ലൈസ് വർക്ക് മെറ്റീരിയലാണ്. ലേസ് വർക്ക് മെറ്റീരിയൽ പ്ലസ് ഹൈ നെക്കും കൂടെ വന്നിട്ടുള്ള ഇത് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ്. ആ ഒരു നെറ്റിന്റെ ഒരു ഫീലും ഇല്ല നമുക്ക്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. നല്ല കംഫർട്ടബിൾ ആയിരിക്കും ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ. മെറ്റീരിയലാണ് കൂടുതൽ. ഓക്കെ, കൂടുതൽ ഇവിടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണോ? ഇവിടെ 80% ഇമ്പോർട്ടഡും 20% സർപ്ലസ് ആണ്. ഈ പറയുന്ന പോലെ എക്സൽ ടൈപ്പ് നമുക്ക് പലപ്പോഴും കിട്ടാനില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈ ടോപ്സ്, ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ടോപ്സിന്റെ സെക്ഷനിലേക്ക് നോക്കുവാണെങ്കിലും എക്സൽ സൈസും ഉണ്ട്. അതായത് ചിലർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്, മെലിഞ്ഞവർക്ക് മാത്രമാണ് നല്ല നല്ല ഔട്ട്ഫിറ്റ് ഇടാനായിട്ട് വരുള്ളൂ, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന്. പക്ഷെ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ, കൂടുതൽ പ്ലസ് സൈസും ഒരുപാട് പ്ലസ് സൈസ് പെട്ടെന്ന് നമുക്ക് തീരണ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, ഇത് എല്ലാം തന്നെ ഇതൊരു കോഡ്രോയ് മെറ്റീരിയലിൽ ലെതർ ഫിനിഷിംഗ് തന്നെ, കോളറും പിന്നെ ബെൽറ്റും കൂടി കോംബോ ആയിട്ട് വന്നതാണ്. ഓക്കെ, ഇതാണോ സർപ്ലസിന്റെ വരുന്നത്? സർപ്ലസ് ആണ് ഐറ്റം. സർപ്ലസ് ഇഷ്ടമുള്ളവർക്ക്, പ്ലസ് സൈസുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അതിൻ്റെ തന്നെ ഒരു വലിയ വെറൈറ്റി കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ എടുത്ത് ഓരോന്നോരോന്ന് കാണിച്ചാൽ ഇതെല്ലാം തന്നെ ലോങ് ടോപ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സർപ്ലസ് എക്സൽ പ്ലസ് കാറ്റഗറി പ്ലസ് സൈസ് XXL 3XL ഒക്കെ വരുന്നവരാണ്. അവർക്ക് പറ്റിയ ജീൻസും ഉണ്ട്. 40-42 വരെ വരുന്ന ജീൻസുകളും നോട്ട് ദ പോയിന്റ് 40-42 സൈസിന്റെ ജീൻസും ഉണ്ട്. ക്രോഷ്യയുടെ വരുന്നതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഷ്രഗ് പോലെ ഉപയോഗിക്കാൻ ചെയ്യാം. ചെറിയൊരു ഇന്നർ ടാങ്ക് ടോപ്പ് ഉള്ളിൽ ഇട്ടിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഷ്രഗ് ആയിട്ട് ഉപയോഗിക്കാം. ഷ്രഗ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടുണ്ട് ഇതിന്റെ ഉപയോഗം. ഒന്ന് ഷ്രഗ് ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് ചോപ്പുമായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ക്രോപ്പ് ടോപ്പ് കണ്ടോ, ഇതിങ്ങനെ എന്താ ഇത് കൂടുതൽ പ്രത്യേകത? ഇത് ഒരു ത്രെഡ് വർക്ക് ടോപ്പാണ്. അതൊരു പ്രൊജക്ട് ചെയ്ത് വെക്കും ഇട്ടാൽ തന്നെ ഈ വർക്ക് ശരിക്കും ഫീൽ ചെയ്യും, കാണിക്കും. വൈറ്റും ബ്ലാക്കും ആയതുകൊണ്ട് തന്നെ അല്ലേ. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ക്രോപ്പ് ഷ്രഗ് ആണ് ഇതിന്റെ ഒപ്പം ഉള്ളത്. പിന്നെ അതിൽ ക്രോപ്പ് ഇന്നറും 2 പീസ് ആയിട്ട് നമുക്ക് ഇന്നർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ വരുന്നതെല്ലാം തന്നെ ഷ്രഗുകളല്ലേ, ഓപ്പൺ ഷ്രഗ്. ഇതെല്ലാം ലോങ് ആണ് കേട്ടോ, ലോങ് ഷ്രഗുകളാണ്. അതിൻ്റെ തന്നെ ഒരു വലിയ വെറൈറ്റി ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് അത്രയൊന്നും എല്ലാ ഷോപ്പിലും കാണാൻ കിട്ടില്ല. പക്ഷേ ഇത് ഒരു വലിയ വെറൈറ്റി തന്നെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ലേസ് വർക്കിന്റെ ഉണ്ടല്ലേ. ഇതാകുമ്പോൾ കുറച്ചും കൂടി പുറത്ത് ട്രിപ്പൊക്കെ പോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സ്വെറ്റർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഷ്രഗാണ്. എനിക്കൊന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ടാവും. കാരണം വെസ്റ്റേൺ ടൈപ്പ് ഔട്ട്ഫിറ്റ്സ് നമുക്ക് അധികം അങ്ങനെ കിട്ടാറില്ല. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലേക്ക് നമുക്ക് പോകുമ്പോൾ അതിനുള്ള ഔട്ട്ഫിറ്റ് എല്ലാം ഇവിടെ ഉണ്ട്.
അബ്രോഡ് പോണവർ ഒരുപാട് പേര് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു ഷ്രഗ് ഒക്കെ ലോങ് ആണ്. എനിക്കൊന്ന് ഇത് ജീൻസിന്റെ ഒപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലോങ് ആയിട്ട്. അതെ ക്രോപ്പ് ടീഷർട്ടും ജീൻസും പിന്നെ മുകളിലുള്ള ഒരു ഷ്രഗും അങ്ങനെ യൂസ് ചെയ്യാം. ക്രോപ്പ് ടോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രെൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ടാണ്. ഷർട്ടിൻ്റെ ട്രെൻഡ് ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് എത്രയോ കാലങ്ങളായിട്ട് അതിൻ്റെ ആ ഒരു ട്രെൻഡിൽ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഷർട്ടിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ടൈപ്പ് ഷർട്ട് എന്ന് പറയുന്നതാ സൂപ്പർ പ്രിന്റഡ് ഹാഫ് ദ പ്രിന്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇത് ഈ ഷർട്ട് വരുന്നത് ലോങ് ആയിട്ടുള്ള ഷർട്ടാണ് വരുന്നത്. നമുക്കിത് ജെഗിൻസിന്റെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ സൂപ്പർ, അല്ലെങ്കിൽ ജീൻസിന്റെയും കൂടെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിങ്കിന്റെ കളർ ചേഞ്ച് അല്ലേ ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ജെഗിൻസിന്റെയും ലെഗിൻസിന്റെയും കൂടെ ഇടാം. അത് മാത്രമല്ല ജീൻസിന്റെ കൂടെ ഇടാം. പിന്നെ ഇത് ഡ്രസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഒറ്റൊരു വൺ പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാനായിട്ട് ഇതാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിലേക്ക് ഏറ്റവും ആദ്യം വന്നത് ഇത് ലെതറാണ്. ലെതറിന്റെ ഒരു ഷർട്ടാണ്. ബോഡി ഫിറ്റിംഗ് ആയിരിക്കും. ഈ ഒരു മെറ്റീരിയൽ ഇട്ടതിനാൽ നമ്മുടെ ബോഡി ഷേപ്പ് ഫുൾ ആയിട്ട് കാണിക്കുന്ന ഒരു ടൈപ്പുള്ള ലെതർ ഷർട്ടാണ്. ലെതർ ഷർട്ട് ലോങ് ഡ്രസ് പോലെ ഉപയോഗിക്കാൻ പറ്റും. നീ ലെങ്ത്തിൽ വന്ന ഡ്രസ് പോലെ ഷർട്ട്. ഇത് വെള്ളമൊക്കെ വീണാലും വെള്ളം ഇങ്ങനെ അങ്ങ് ഊർന്നു പൊക്കോളൂ അല്ലേ? ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ടോ? അതിന് കളേഴ്സ് എല്ലാം ഉണ്ട്. വൈറ്റ് ഉണ്ടായിരുന്നു, പിങ്ക് കളർ ഉണ്ട്, എല്ലാം സോൾഡ് ഔട്ട് ടൈപ്പ്. ഇതാണ് ലാസ്റ്റ് പീസ് ആണ് കേട്ടോ. ഇത് മിക്കവാറും ഞാൻ എടുക്കും. പിന്നെ ഇതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. വിത്ത് ബാഗാണ്. ഒരു ചെറിയ കണ്ടോ, ഒരു ചെറിയൊരു ബാഗും കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു ബബിൾസ് പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ അതിന്റെ കോംബോ ബാഗും പിന്നെ ഒരു നീ ലെങ്ത് ആയിട്ടുള്ള ബോഡി ഫിറ്റ് ഡ്രസ്സായിട്ട് പറ്റുന്നതാണ്. കൂടുതൽ ടീനേജേഴ്സ് ഒക്കെ ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ്. ഇതിന്റെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഏറ്റവും രസം. എന്താ ബബിൾ ആണ്. നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ബബിൾ ഫീൽ ആണ്. പ്രൊജക്ട് ചെയ്ത് വെക്കുക അല്ലേ? ഓ, ഈ ബബിൾസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെക്കുക. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഓഫ് ഷോൾഡർ ഷർട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നിയത്. ഷർട്ടാണോ എന്ന് വെച്ചാൽ ഷർട്ടല്ല, ബോഡി ഫിറ്റ് ആയിട്ടുള്ള നീ ലെങ്ത് ഡ്രസ്സാണിത്. ഇങ്ങനെ ഒരു ഓഫ് ഷോൾഡർ ടൈപ്പ് ആണ് കേട്ടോ ഇത്. ഈ ഒരു ഡെനിം എന്ന് പറയുന്ന ഇത് നമുക്ക് കളർ ചേഞ്ച് കിട്ടും. ബ്ലൂ ഉണ്ടായിരുന്നു, ലാസ്റ്റ് പീസ് ആണ് ഇത് അല്ലേ? പിന്നെ ഇതാ ഈ ഒരു സ്നേക്ക് പ്രിന്റ് വരുന്ന ടൈപ്പാണ്. അതായത് ഒരു മിക്സ്ഡ് കളർ. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റൂല. ഒരു സ്നേക്ക് പ്രിന്റ് വരുന്ന ടൈപ്പാണ്. ഒരു ഗ്ലോസി മെറ്റീരിയൽ ആണത്. പിന്നെ ഇതിന്റെ ഇൻസൈഡ് ഒരു ബെൽറ്റും കൂടി വരുന്നുണ്ട്. സെന്ററിൽ ഒരു ബെൽറ്റും കൂടി ടൈ ചെയ്യാം ഇവിടെ അല്ലേ? ഓ, ബെൽറ്റും കൂടെ വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. ട്രെഞ്ച് കോട്ട് എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു മെറ്റീരിയൽ എന്താ നല്ല സോഫ്റ്റ് ഇത് സംഭവം. ഉള്ളിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. പക്ഷെ അത്യാവശ്യം തണുപ്പ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു തണുപ്പാണ് ഒരു ഫീൽ ചെയ്യുന്നത്. ഇതൊരു വൺ പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല നമ്മൾ ബോളിവുഡ് സ്റ്റാർസിനെയൊക്കെ കണ്ടിട്ടില്ലേ, വലിയ ബൂട്ട്, ഒരു ബ്ലാക്ക് വലിയ ബൂട്ട് ഇട്ടിട്ട് അതിന്റെ കൂടെ ഇത് നമുക്ക് വൺ പീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബ്ലാക്ക് ഇന്നർ അല്ലെങ്കിൽ എന്തെങ്കിലും കോംബോ സിൽവർ ഷെയ്ഡ് ഇന്നർ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ട്രെൻഡ്, ബോളിവുഡ് ട്രെൻഡും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ തന്നെ ഇതാ 1-2 വെറൈറ്റി നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ മുകളിൽ ഇതാ ഇങ്ങനെ ഒരു കോട്ട് പോലെയും കൂടെ വരുന്നുണ്ട് അല്ലേ? എല്ലാത്തിനും ഒരു ബെൽറ്റും വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ടൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സ്ട്രെച്ചബിൾ ആണ്, സെമി സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. ഗൗണിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു റെഡ് ഗൗൺ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊരു നെറ്റ് പ്ലസ് ഓർഗൻസ വരുന്നതാണല്ലേ? അത് മാത്രമല്ല ഇതിൻ്റെ യോക്ക് പോർഷൻ ഫുൾ ബീഡ്സ് ആണ്. നല്ല റെഡ് ബീഡ്സ് ഇങ്ങനെ വന്നിട്ടുള്ള വാവ് സൂപ്പർ. അതിന്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയത് സീക്വൻസ് വർക്ക് അതിനകത്ത് വരുന്നത്. അതിന്റെ തന്നെ ഇതാ ഇവിടെ ഇപ്പോൾ 2-3 വെറൈറ്റി ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നും ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. എന്നാലും എന്താ
ഇത് വർക്കൊന്നും ഇല്ലാത്ത ടൈപ്പ്, അതിന്റെ ഒരു മുകൾ പോർഷനിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ. വെൽവെറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇത് വെൽവെറ്റ് സ്റ്റോൺ വർക്ക്. സ്റ്റോൺ വർക്ക്. വാവ്, സൂപ്പർ. ആ ഒരു യോക്ക് പോർഷനിൽ മാത്രം, അത് പിന്നെ ഈ കൈയുടെ പോർഷനിലുമാണ് അതിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. സൂപ്പർ. പിന്നെ ഈ ഒരു ടൈപ്പ് ഉണ്ട്, വീനക്കില് സീക്വൻസ് വർക്ക് ഉണ്ട്. ഇതെല്ലാം പാർട്ടി വെയർ ആണ് കേട്ടോ, പാർട്ടി വെയർ ഡ്രസ്സുകളാണ്. പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ തന്നെ കുറേ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് കോട്ട്സിലേക്ക് നമ്മൾ പോവാണ്. ഇത് കണ്ടോ, ഇതൊരു പുതിയ വെറൈറ്റി ആയിട്ടുള്ള കോട്ട്സ് ആണ് വരുന്നത്. ഇത് ക്രോപ്പ് ടീഷർട്ടിൽ വിത്ത് ബട്ടർഫ്ലൈ പ്രിന്റിങ് അല്ല, ഒരു എംബ്രോയിഡറി വർക്ക് കാണിക്കും. പിന്നെ ഒരു സ്ട്രൈറ്റ് ഫിറ്റ് ജീൻസ് ആയിട്ട് അങ്ങനെ ടൈപ്പാണ്. ഓക്കെ, ഇതിപ്പോ ഏറ്റവും ഒരു ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഓൺലൈനിലൊക്കെ ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മതി. ഇതിപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. 3 പീസ് ആണ് ഇത് സംഭവം. ഇവിടെ ഒരു ടോപ്പും പലാസോ പിന്നെ ഒരു ലോങ് ഷ്രഗും അങ്ങനെ ടൈപ്പാണ്. ഷ്രഗിൽ കുറച്ച് വർക്കും വന്നാണ്, ത്രെഡ് വർക്കും വരുന്നത്. ഇതിന്റെ തന്നെ 2-3 വെറൈറ്റി ലോങ് ഷ്രഗ് ആയിട്ട് വന്ന ടൈപ്പും ഉണ്ട്. ഫ്ലോറൽ പ്രിന്റ് ആണ് ഫുള്ള്. ഫ്ലോറൽ പ്രിന്റ് പാൻസും ക്രോപ്പ് ടോപ്പും പിന്നെ സ്ട്രൈപ്പ് ഷ്രഗും. വെസ്റ്റേൺ ലേഡിയിൽ വെസ്റ്റേൺ ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ, കുറേ സ്റ്റോൾസും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളത് ആ സ്റ്റോൾസ് കണ്ടോ. സ്റ്റോൾസും കുറേ ഷോൾസും ഇവിടെ ഞാൻ കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തേക്ക് വരുന്നത് ജീൻസിൻ്റെ സെക്ഷനിലേക്കാണ്. ജീൻസിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ജീൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് വരുന്നത് മോം ജീൻസ് ആണ് അല്ലേ, മോം ഫിറ്റ് ജീൻസ്. ഈ മോം ഫിറ്റ് ജീൻസ് നമ്മൾ പലപ്പോഴും കണ്ടേക്കുന്നത് ഡെനിമാണ്, പക്ഷേ ഇത് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ. ഗ്രീൻ കളർ സംതിങ് വെറൈറ്റി ആയിട്ട് വരും. പിന്നെ ഇത് വരുന്നത് എന്താണ്, ഇത് കോഡ്രോയ് പാൻസ് ആണ് വിത്ത് അറ്റാച്ച്ഡ് ബെൽറ്റും കൂടി വരും. ഓ, അതിന്റെ തന്നെ 2-3 ഷെയ്ഡ്സ് ഉണ്ട്. പിങ്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കോഡ്രോയ് പ്ലെയിനിൽ വരുന്നത്. ബ്ലാക്ക്. ഇതെല്ലാം വെൽവെറ്റ് ആണ്. ഇതിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രെച്ചബിളും ആണ്, വെൽവെറ്റും ആണ് ഇത്. പിന്നെ ഇവിടെ ഫ്രീ സൈസും ആണ്, ഒരു 28 to 32 വരെയുള്ള 32 ഫ്രീ സൈസ് ആണ് അല്ലേ. ഓക്കെ, ഇത് അതിന്റെ ഒരു ക്രോഷ്യോ മോഡൽ. നമുക്കൊരു ബ്ലാക്ക് ടോപ്പ് ആക്കി മുകളിൽ ഇട്ടാൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് വരുന്നത് ജീൻസ് ആണ്. സ്ട്രൈറ്റ് ഫിറ്റ് ജീൻസ് ആണ്. സ്ട്രൈറ്റ് ഫിറ്റ് ജീൻസ് ആണ്, പക്ഷെ ഇതിന്റെ ഒരു ഡബിൾ കളർ ആണ് ഇതിന്റെ. പിന്നെ അത് മാത്രമല്ല ഇത് വെൽവെറ്റ് അല്ല, ഇത് മെറ്റീരിയൽ ഫർ ഫിനിഷിംഗ് വരുന്നതാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ജോഗേഴ്സ് വരുന്നുണ്ട്, ജോഗേഴ്സ് പോക്കറ്റ് ആയിട്ടുള്ള ടൈപ്പ്. ജോഗേഴ്സിന്റെ ടൈപ്പ് ഇത് ജീൻസ് തന്നെയാണ് കേട്ടോ, പക്ഷെ ജോഗേഴ്സിന്റെ പോക്കറ്റ് ടൈപ്പ് വരുന്നതാ. പിന്നെ ജീൻസിന്റെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. സ്ക്രാച്ചഡ് ആയിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട്. വാവ്, ഇത് കൊള്ളാം. നല്ല പാറ്റേൺ ആണ്, നല്ല മൂവിംഗ് ഉള്ള പാറ്റേൺ ആണ്. ഓക്കേ, ഇത് സ്ട്രൈറ്റ് ഫിറ്റ് ജീൻസ് തന്നെയാണ്. സ്ട്രൈറ്റ് ഫിറ്റ് ജീൻസ് ആണ്. ഓക്കേ, ഫുൾ സ്ക്രാച്ച് ടൈപ്പ് ആണ് കേട്ടോ. കണ്ടോ, ഒരു കളർ ഒന്നും ജീൻസിന് പോരാന്നുള്ളവർക്ക് ഇതാ ഒരു 3-4 കളർ മിക്സ് ആയിട്ടുള്ളതാണ്. ഇത് മോം ജീൻസ് ആണ്. ഇല്ല, ഇത് സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ട്. ഓക്കേ, ഇത് പിന്നെ ഔട്ട് സ്റ്റിച്ച് ആയിട്ട് വന്ന ടൈപ്പ് ജീൻസ് ആണ്. ഔട്ട് സ്റ്റിച്ച് മറിച്ചിട്ട പോലെ ഇരിക്കും. മറിച്ചിട്ട പോലെ ജീൻസ് മറിച്ചിട്ട എങ്ങനെ ഇരിക്കും? ദാ ഇങ്ങനെ ഇരിക്കും, നോക്ക്. പിന്നെ ഇത് സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ജീൻസ്. വാവ്, തോളാം. ഇത് സംതിങ് ഡിഫറെന്റ്. വാവ്, ഫുൾ സ്റ്റോൺ വർക്ക്. ഇത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ജീൻസ് ആണ്. ഡബിൾ ഷെയ്ഡ് വരുന്ന ജീൻസ് ആണ്. അപ്പം ജീൻസിൽ വെറൈറ്റി വേണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോലെ നമ്മൾ കാണാത്ത പല വെറൈറ്റി ജീൻസുകളുണ്ട്. ജീൻസിന്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന പാൻസിന്റെ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ. അതായത് നമ്മുടെ ലെതർ പാൻറ് അല്ലേ, അത് നമ്മൾ ലെതറിന്റെ ഒരു ജാക്കറ്റ് കണ്ടില്ലേ, അതേ സ്റ്റൈലിൽ തന്നെ വരുന്ന ലെതർ പാൻസ് ആണ്. അതിൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. സോഫ്റ്റ് എന്താ ഇപ്പം ഇതിന് ഈ മെറ്റീരിയൽ പറയാന്ന് എനിക്കറിയില്ല. സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ആണ്. വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് ഇങ്ങനെ അങ്ങ് ഒഴുകിപ്പോവും. പാൻസ് ആണ്. അത് പാൻസ് 3 ഫിറ്റിംഗിലുണ്ട്. ഇത് വൈഡ് ലെഗ് ആയിട്ടും വന്നതുകൊണ്ട് ഇത് മോം ഫിറ്റ് ആയിട്ടും വരുന്നത്. ഫോർമൽ പാൻസിന്റെ ലുക്ക് കിട്ടുന്ന ടൈപ്പ്. ഇത് വൈഡ് നമുക്കിത് വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പിന്റെ കൂടെ യൂസ് ചെയ്യാം, ഇപ്പൊ ഡെനിമിന്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഇത് പ്രിന്റഡ് പാൻസ് ആണ് കേട്ടോ. അപ്പോൾ പ്രിന്റഡ് ജീൻസ് ഒന്നും അല്ല ഇഷ്ടമെങ്കിൽ ഇത് പാൻസ് ആണ്, ഫ്രീ സൈസ് ആണ് അല്ലേ, പ്രിന്റഡ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ വേറെ പ്രിന്റഡ് വിത്ത് ബെൽറ്റും കൂടി വരുന്നുണ്ട്. യെസ്. പിന്നെ ഈ കളർ ചേഞ്ച് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ചെക്കിൽ വരുന്നുണ്ട് ഫ്രീ സൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, ത്രെഡിൽ വരുന്നത് അല്ലേ, ലേസ് വർക്ക് ത്രെഡിൽ വരുന്നത്. ഫ്രീ സൈസ് ആണ് വരുന്നത്. ഇത് ലിനൻ മെറ്റീരിയലിൽ വരുന്നത്. ലിനൻ, ഇതിന്റെ എല്ലാ കളേഴ്സും കിട്ടും. ഇപ്പൊ ലിനന്റെ തന്നെ അല്ലേ, എല്ലാ കളേഴ്സും ഉണ്ട് ലിനന്റെ. പിന്നെ ഇതൊക്കെ ഇത് ജഗിൻസ് ടൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ജഗിൻസ് ടൈപ്പ് വരുന്നതാണ് കേട്ടോ. ഇതും ഫ്രീ സൈസ് ആണ്. നേരത്തെ കണ്ട വൈറ്റിന്റെ വേറൊരു കളർ, വേറെ കളറാണ്. ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇനി കുറച്ചും കൂടി പാർട്ടി വെയർസ് മിക്സ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ല രസമായിട്ടുള്ള ഒരു ത്രെഡ്, സ്ലീവ്ലെസ് ആണ്, ത്രെഡ് ഇങ്ങനെ കിടക്കും. എനിക്ക് തോന്നുന്നു റാംബോക്ക് അതുപോലെ തന്നെ പറ്റും. പിന്നെ ഒരു ഷോർട്ട് ജാക്കറ്റ് ഒക്കെ മുകളിലോട്ട് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ വരുന്നത് എന്താണ്, ഫുൾ പിന്നെ ഇത് നോക്കണം, ഇത് ജംസ്യൂട്ട് ടൈപ്പ് ആണ്, ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ളത്. ഇത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള, ഇത് അതായത് എക്സൽ ടൈപ്പ് ആണ് അല്ലേ? ഇത് ഫ്രീ സൈസ് ആണ്, ഫ്രീ സൈസ് ആണ്, ലാർജ് 2, 3XL, 4XL വരെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ജംസ്യൂട്ട് കിട്ടിയില്ല എന്ന് പറയണ്ട. ഇപ്പോൾ കുറച്ച് വണ്ണമുള്ള ആളൊക്കെ ആണെങ്കിൽ ജംസ്യൂട്ട് ഇടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ സൂപ്പർ ആയിട്ടുള്ള ജംസ്യൂട്ട് ആണ്. തല്ലുമാല പ്രിന്റ് പോലത്തേക്ക്, തല്ലുമാല പ്രിന്റ്. ഇതിന്റെ തന്നെ സ്മോൾ വെറൈറ്റിയും ഉണ്ടോ? സ്മോൾ വെറൈറ്റീസ് ജംസ്യൂട്ട് ഇപ്പോ ട്രെൻഡ് തന്നെയാണോ? കുഴപ്പമില്ല, മൂവിംഗ് ആണ്. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് ഹൈനെക്ക് ആയിട്ട് തന്നെ ബോഡി ഫിറ്റിൽ വന്ന ഒരു പാർട്ടി വെയർ ഡ്രസ് ആണ്. ഫുൾ ഇതിന്റെ ഫുൾ പേൾ വർക്കും സ്റ്റോൺ വർക്കും മിക്സ് ആയിട്ടുള്ള ടൈപ്പ്. ഫുൾ വരുന്നുണ്ട് കേട്ടോ, അതായത് ഫുൾ ആണ്. അടിയിൽ വരെ ഇങ്ങനെ ഇത് ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കും, ലെങ്ത്തിൽ വരുന്ന ടൈപ്പ് ആണല്ലേ. ഇത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെ അതെ, സൂപ്പർ ഡ്രസ്. പിന്നെ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട്. ഇത് കൊള്ളാലോ, ഫെദർ ആണ് ഇത് വരുന്നത്. ഇത് വൺ പീസ് ആണ്, നെക്ക് പോർഷനിലാണ് ഇത് വരുന്നത് കേട്ടോ. ഫെദർ ആണ് ഇത് വരുന്നത്. ഇത് ശരിക്കും പാർട്ടി വെയർ ആണ്. പിന്നെ മോഡൽ ഷൂട്ടിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ്. ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ടോ? കളേഴ്സ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന എല്ലാം തന്നെ ഓവർ സൈസ് ഷർട്ടുകളാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഒരു വൻ കളക്ഷൻ ഉണ്ട് ഇവിടെ. അതിൻ്റെ കണ്ടോ, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സിൻ്റെയും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കുന്നത് ചപ്പൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷൂസ് വരുന്നുണ്ട്. പിന്നെ നല്ല നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ചപ്പൽസ്, ഷൂസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വൈഡ് വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. ഹൈ ഹീൽസ് ഉള്ളത്, അതുപോലെ തന്നെ ഹീൽ ലെസ് ആയിട്ടുള്ളത്, ഷൂ ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതിൻ്റെ തന്നെ ലേസ് ടൈപ്പ് വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മാച്ച് ചെയ്ത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നോക്കി എടുക്കാൻ പറ്റുന്ന ചപ്പൽസും വെസ്റ്റേൺ ലേഡിയിൽ അവൈലബിൾ ആണ്. ജീൻസിൻ്റെ സെക്ഷനിൽ നമ്മൾ ഒപ്പം പറയേണ്ട സംഭവമാണ് ഷോർട്സിൻ്റെയും ഒരു വെറൈറ്റി ഇവിടെ വരുന്നുണ്ട്. ഇത് ത്രെഡിൽ വരുന്ന ഷോർട്സ് ആണ്, ലേസ് വർക്കിൽ വരുന്നതാണ്. പിന്നെ ഇതെല്ലാം തന്നെ ഡെനിമിൽ വരുന്നതാണ്. അതിൻ്റെ തന്നെ കുറേ കളക്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് മാച്ച് ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇതൊക്കെ ഗോവൻ സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ, അടിപൊളി. യെസ്, ഇത് ഈ ഷോർട്സ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ മാച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ തന്നെ കുറേ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ ലേസ് ടൈപ്പ് ഷോർട്സ് ആണ് എടുത്തതെങ്കിൽ ഇതും വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. ഇതെല്ലാം ലേസിൽ വരുന്നതാണ് കേട്ടോ. പ്ലെയിൻ വരുന്നുണ്ട്. പിന്നെ ലെതറിൽ വരുന്നുണ്ട്. ലെതറിൽ ഇതും വരുന്നുണ്ട് അല്ലേ? ഫ്രീ സൈസ് ആണ്. നമ്മുടെ ആ ലെതറിന്റെ പാൻസും അതുപോലെ ആ മറ്റേ ടോപ്പ് അല്ലേ, ആ ടോപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്കേർട്ടിന്റെ ഒപ്പം പറ്റും ഈ ഒരു ടൈപ്പ്. ഓക്കെ,
വേറൊരു വെറൈറ്റി സാധനം കാണുമ്പോൾ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് വിത്ത് ബെൽറ്റ് ഇടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട്. ഷോർട്സിലപ്പോൾ വരുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇത് ടാങ്ക് ടോപ്പ്. ടാങ്ക് ടോപ്പ് നമുക്ക് ഓവർസൈസ് ഒരു ഷർട്ട് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ മുകളിലിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീൻസിന്റെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം ടാങ്ക് ടോപ്പ്. ഇതൊക്കെ മൾട്ടി കളേഴ്സിൽ വരുന്നുണ്ട് അല്ലേ? വീനെക്ക് വരുന്നുണ്ട്. ഇത് കളേഴ്സ് വേറൊരു മെറ്റീരിയലിൽ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ടാങ്ക് ടോപ്പിൻ്റെയും അതുപോലെ തന്നെ ഷോർട്സിൻ്റെയും സെക്ഷനാണ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അവിടെയുണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ്. ഇത് ഓവർ സൈസ് ഷർട്ടുകളാണ് കേട്ടോ. ഇത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അതിൻ്റെ തന്നെ ഇതാ കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ ഇതാ ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ കുറച്ച് വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. എന്താ ഡബിൾ ത്രിബിൾ എത്ര കളർ വേണമെങ്കിലും, അതും പ്രിന്റ് ഫേസ് പ്രിന്റ് ആയിട്ട്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടത് വലിയായിരുന്നു, നോർമൽ ലെങ്ത് ആയിട്ടുള്ള ഷർട്ടാ. അതിൻ്റെ തന്നെ ഇതാ സ്പെഷ്യൽ വൺ, ഇത് പ്രിന്റഡ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഷർട്ടിൻ്റെ തന്നെ ആദ്യം നമ്മൾ കുറേ വെറൈറ്റി കണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു വെറൈറ്റിയും കൂടെ കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുപോലെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് ടീഷർട്ടുകളാണ്. ഇത് ടീഷർട്ടുകളാണ് വരുന്നത്. ഇത് ഓഫ് ഷോൾഡർ ടീഷർട്ടുകളാണ് കേട്ടോ ഇത്. പിന്നെ ഇത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? എനിക്ക് തോന്നുന്നു ഒരു 12 വയസ്സ് മുകളിലേക്കുള്ള കുട്ടികൾക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള, ഒത്തിരി കുഞ്ഞു മാവുകൾക്കുള്ളത് നമ്മൾ വേറൊരു സ്റ്റോർ ഉണ്ട്, വെസ്റ്റേൺ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ 0 to 12 years വരെ. 0 to 12 yearsന്റെ വേറെ സ്റ്റോർ ഉണ്ട് കേട്ടോ ഇവർക്ക്. അതിന്റെ പേര് വെസ്റ്റേൺ സ്പ്ലാഷ് എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 12 മുതലാണ് ഇവിടെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം തന്നെ ഓഫ് ഷോൾഡർ ടൈപ്പ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ ബാക്കിലാണ് ആ ഒരു പ്രിന്റ് വരുന്നത്, ബാക്ക് പാറ്റേൺ. ഓക്കെ, ഇതിന്റെ ആ ഒരു പ്രിന്റ് കണ്ടോ, കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആയിരുന്നു ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇതിന്റെ തന്നെ ഒരു കുറേ വെറൈറ്റി. ഇതാ ഇത് കണ്ടോ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നൈസ്, ആ ബബിൾ ആയിട്ട് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്ന നൈസ്. ഇത് സ്വെറ്റ് ഷർട്ട്, കുറച്ച് ഫങ്കി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ടീഷർട്ടിൽ വരുന്നത്. ഇനി നമുക്ക് ടീഷർട്ടും അതുപോലെ തന്നെ നമ്മൾ ഓഫ് ഷോൾഡർ കണ്ടു, ക്രോപ്പ് ടോപ്പ് കണ്ടു. ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് ഇതുപോലെ എല്ലാ വെറൈറ്റിയും കൂടെ വരുന്നത്, അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് കേട്ടോ. ഇത് ബൗൺസി ഡ്രസ്സാണ്, ബൗൺസി ടോപ്പ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ലോങ് ഡ്രസ്സുകളുണ്ട്. ഇത് ഷോർട്ട് ടോപ്പാണ് വരുന്നത്. ഇത് ബൗൺസിങ് ആണ് കണ്ടോ, ഇത് ഇങ്ങനെ ചാടുന്ന കണ്ടോ. നമ്മൾ അത് മാത്രമല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും വലിക്കാം. പക്ഷെ ഇത് ബൗൺസി ആയിട്ട് അങ്ങനെ തന്നെ നമ്മൾ എങ്ങനെ വലിക്കുന്നു അങ്ങനെ തന്നെ വന്ന് നിൽക്കും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടോപ്സ് ഉണ്ട് കേട്ടോ. സ്ലീവ്ലെസ് ടോപ്പ്, ഇതാ ഫെദേഴ്സ്. പിന്നെ ഇത് വരുന്നത് സ്മോക്ക് ആണ് ഇവിടെ വരുന്നത്. സ്മോക്ക് ടൈപ്പ് ഫ്രീ സൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലേസ് വർക്കിലും ഇത് വരുന്നത് ലേസ് വർക്കിലാണ്. അതുപോലെ തന്നെ ഇത് വരുന്നത് ലേസ് വർക്കിൽ വരുന്നതാണ്, ഫ്രീ സൈസ് ആണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റുന്ന എല്ലാം തന്നെ സർപ്ലസ് ആയിട്ടുള്ള കുറേ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ നീ ലെങ്ത് വരെ വരും. നമുക്ക് ജഗിൻസും ലെഗിൻസും ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറേ ഡ്രസ്സുകൾ നമുക്ക് പ്ലസ് സൈസ് എല്ലാം തന്നെ വരുന്നത് അല്ലേ. പ്ലസ് സൈസിൻ്റെ കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട്. സ്കേർട്ടിൽ കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്കേർട്ടായത്. ഇതെന്താണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്? സ്പോഞ്ച് ടൈപ്പ് ആണ് കേട്ടോ ഇത്. ശരിക്കും ഇത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ വലിക്കാം. ഇതാ ഇലാസ്റ്റിക് ടൈപ്പ് ആണ്, സ്ട്രെച്ചബിൾ ആണ്, ഫ്രീ സൈസ് ആണ്, ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും. അത് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഈ സ്കേർട്ട് ശരിക്കും ഇവിടെ തീർന്നിരിക്കുകയെന്ന് പറഞ്ഞു, പക്ഷേ അതുപോലെ വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്കേർട്ടുകളുണ്ട്, ലോങ് സ്കേർട്ടുകളുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഷോർട്ട് സ്കേർട്ടുകൾ കണ്ടിരുന്നു. ഇങ്ങനത്തേക്ക് ഡിഫറെന്റ് പ്രിന്റഡ് ആയിട്ടുള്ളതിൽ ഏത് കളേഴ്സും നമുക്ക് ചേരും. ടോപ്പായിട്ട് ടോപ്പ് നമുക്ക് കോംബോ എടുത്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരു കളേഴ്സ് നോക്കിയിട്ട്. യെസ്,
ഇതാ ഈ കിടക്കുന്ന എല്ലാം തന്നെ സ്കേർട്ടുകളാണ് വരുന്നത്. ഇതെല്ലാം സ്കേർട്ടുകളാണ്, സ്ട്രെച്ചബിൾ ടൈപ്പ്, മൾട്ടി പ്രിന്റ് ആണ് വരുന്നത്. പിന്നെ ഡെനിം സ്കേർട്ട് വരുന്നുണ്ട്, ഡെനിം സ്കേർട്ട്, പിന്നെ കോട്രോയി, ഇത് കൊള്ളാം അല്ലേ. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട്, ലിയോ ടൈപ്പ്. പിന്നെ ഇതും നല്ല ട്രെൻഡിങ് ആണ് ഇപ്പോൾ, ലിയോ ടൈപ്പ്. ഇത് സ്കേർട്ടാണ് അല്ലേ? സ്കേർട്ടാണ്. ആ, നമ്മൾ ആദ്യം കണ്ട് പാൻസിന്റെ ഒരു സ്റ്റൈല്. നേരത്തെ ഒരു വൈറ്റ് കണ്ടില്ല. ആ അതെ അതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കേർട്ടിന്റെ സെക്ഷൻ വരുന്നത്, നെറ്റിൽ വരുന്നത്. വാവ്, സൂപ്പർ. പിന്നെ മിനി സ്കേർട്ട്സും ഉണ്ട് കേട്ടോ. മിനി സ്കേർട്ട്സും ഉണ്ട് അല്ലേ. അപ്പോൾ ലോങ് സ്കേർട്ട്സ് മാത്രമല്ല മിനി സ്കേർട്ടുകളും ഉണ്ട്. ഇതാ ഇതിൻ്റെ തന്നെ, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് അല്ലേ ഇത്. ഡബിൾ ട്രിപ്പിൾ കളർ മിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കുറേ ടോപ്സ് ഉണ്ട്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഷോർട്സ് ആണെങ്കിലും ശരി, ഷോർട്ട് സ്കേർട്ട് അല്ലെങ്കിൽ ഷോർട്സ് ജീൻസ് ഏതാണെങ്കിലും അതിന് മാച്ച് ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും, അതായത് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളത് എല്ലാം തന്നെ ഇവിടെ കിട്ടും. പിന്നെ സർപ്ലസ് ആയിട്ടുള്ള ടോപ്സ്, സർപ്ലസ് ആയിട്ടുള്ള ജീൻസിൻ്റെ ടോപ്സ് അങ്ങനെയുള്ളത് കിട്ടും. ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇതിന് മെറ്റീരിയൽ എന്താണ്? ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. എൻ്റെ ഡിസൈൻ കൊള്ളാം അല്ലേ, സൂപ്പർ ഡിസൈൻ. ഇത് ബനിയൻ ടൈപ്പ് അല്ല, പക്ഷെ ഇത് വേറെ എന്തോ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ജീൻസിനൊക്കെ പറ്റുന്ന ടോപ്പ് അല്ലേ, ജീൻസിനും അതുപോലെ സ്കേർട്ടിനും പറ്റും. ടോപ്സിന്റെ സെക്ഷനിൽ നിന്ന് എനിക്ക് പോകാനേ തോന്നില്ല കേട്ടോ, അത്രയും വെറൈറ്റി കളക്ഷൻ. എന്താ ഇത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ, നല്ല ലൂസ് ആയിട്ടുള്ള ടൈപ്പ് ടോപ്പാണ്. അതിൻ്റെ തന്നെ 2-3 വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് വരുന്നത് ഇത് ബനിയൻ ടൈപ്പാണ് അല്ലേ, ഡബിൾ ഷെയ്ഡ് വരുന്ന ടൈപ്പാ. അതിൻ്റെ തന്നെ 2-3 വെറൈറ്റിയാണ് വരുന്നത്. സ്കേർട്സ് ഒക്കെ കണ്ടതാ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കുറച്ച് പോർഷൻ ബ്യൂട്ടി ഐറ്റംസിന് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഒരു ബ്യൂട്ടി ഐറ്റംസും കൂടെ വാങ്ങണമെങ്കിൽ അതും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലെൻസുകൾ, അതുപോലെ തന്നെ നെയിൽ പോളിഷ്, പിന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇവിടെ, അത്യാവശ്യം കുറച്ച് ഐറ്റംസും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷോപ്പിലേക്ക് ഇൻസ്റ്റഗ്രാം വഴിയും കുറേ പേര് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഈ പറഞ്ഞ വെസ്റ്റേൺ ലേഡി തന്നെ സെർച്ച് ചെയ്താൽ മതി, യൂസർ നെയിം അല്ലേ. അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ, അത് മാത്രമല്ല ഇവർ ഓൺലൈനും കൂടെ ചെയ്യുന്നുണ്ട്. ഓൾ വേൾഡ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇന്റർനാഷണൽ ഷിപ്പിംഗും ഉണ്ട്, ഇന്ത്യയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്താൽ ഓൺലൈൻ സർവീസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ്, ഒരു 5 years മുമ്പൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും വെസ്റ്റേൺ ഐറ്റംസ് നമുക്ക് ഒരു സ്ഥലത്തും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വന്നപ്പോൾ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ബോളിവുഡ് സ്റ്റൈലും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ശരിക്കും എവിടെ നിന്നാണ് ഇത് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത്? നമ്മൾ കൂടുതലും ഏജന്റ് വഴിയാണ് വന്നത്, ഇമ്പോർട്ടഡ് ആണ് വന്നത്, കൂടുതലും ഇമ്പോർട്ടഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും ഐറ്റംസ്, നമ്മുടെ എറണാകുളം എന്ന് പറയുമ്പോൾ ബിസിനസ് ഹബ്ബാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒരുക്കിയതിന് താങ്ക് യു സോ മച്ച്. യെസ്. അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ, നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് കാണണമെങ്കിൽ, ട്രെൻഡിങ് ഷോപ്പുകൾ പരിചയപ്പെടണമെങ്കിൽ ഇൻവോഗ് തീർച്ചയായിട്ടും കണ്ടിരിക്കാം. വീണ്ടും മറ്റൊരു സൂപ്പർ ഡ്യൂപ്പർ എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.